ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് എന്റെ പേര് വലിച്ചഴക്കുമ്പോ കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചും ചോദിക്കാനുണ്ട്. നാദാപുരത്ത് ഒരു ജീപ്പിനകത്തേക്ക് പടക്കം പൊട്ടിയപ്പോ അവിടെ ജീപ്പിന് നാശനഷ്ടങ്ങൾ വന്നപ്പോ അത് ഉഗ്ര സ്ഫോടനമാണെന്നും ബോംബ് സ്ഫോടനമാണെന്നും അതിന്റെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ ആളുകളുമാണെന്ന് ഇവിടെ നവമാധ്യമങ്ങളിലെ സ്റ്റാറ്റസും ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട ആളുകൾ, എന്തേ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ആരും അതിനെ തള്ളി പറയാതിരുന്നത്? എഫ്ഐആറിൽ അത് പടക്കമാണെന്ന് അറിഞ്ഞിട്ടും എന്തേ അത്തരം പോസ്റ്റുകൾ ശരിയല്ല എന്ന് ആരും അഭിപ്രായം പറഞ്ഞില്ല? ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഞാൻ നിൽക്കുന്ന പടത്തിൽ ഫോട്ടോയിൽ ധ്യാനെ മാറ്റി വേറൊരാളെ നിർത്തിയിട്ട് കൊലയാളിയുടെ കൂടെ ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു പ്രചരിപ്പിച്ചപ്പോ എന്തേ വേറെ ആരും ഇത് ശരിയല്ല, അത് ധാർമ്മികതയില്ല, അത് വ്യക്തിഹത്യയാണ്, അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞില്ല? എന്തേ കേസെടുക്കാൻ പോലീസിനെ കണ്ടില്ല? എന്തേ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കണ്ടില്ല? എന്തേ ധാർമ്മികത പ്രസംഗിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല? ഇവിടെ ചില സംഘടനകളൊക്കെയായി ഞാൻ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയെന്ന വ്യാജ വാർത്ത ദേശാഭിമാനിയിൽ തന്നെ അച്ചടിച്ചു വന്നപ്പോ